ഈ ഒരു ക്വസ്റ്റ്യനകത്ത് സിമ്പിൾ ഇൻട്രസ്റ്റിൽ ഇൻസ്റ്റാൾമെൻറ്റിൽ ബേസ് ചെയ്തിട്ടാണ് ഇത് വരുന്നത്. ഇതിനകത്ത് പറഞ്ഞത് ഒരു സെൽഫോണ് ഒന്നെങ്കിൽ 600 രൂപ റെഡി ക്യാഷിന് കിട്ടും, അല്ലെങ്കിൽ ഒരു 300 രൂപ ക്യാഷ് ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കുകയും പിന്നീട് ഒരു 360 രൂപ അടയ്ക്കുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ 2 മാസത്തേക്ക് അടയ്ക്കുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് വാങ്ങിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്കറിയാവുന്ന കേസ് ഇതിൻ്റെ റെഡി ക്യാഷ് എമൗണ്ട് 600 രൂപയാണ്. അപ്പോൾ ഒരാൾ 300 രൂപ ആദ്യം ക്യാഷ് ഡൗൺ പേയ്മെൻറ്റ്, അതായത് അഡ്വാൻസ് ആയിട്ട് കൊടുത്തു. ബാക്കി ഇവനെ 300 അടച്ചാൽ മതി. പക്ഷേ ഇവൻ 2 മാസം 2 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ 2 ഗഡുക്കളായിട്ട് 360 അടച്ചു. 300 അടയ്ക്കേണ്ടടുത്ത് 360 അടച്ചു. അപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം 60 രൂപ ഇൻട്രസ്റ്റ് അവൻ അടച്ചിട്ടുണ്ട്. 60 രൂപ ഇൻട്രസ്റ്റ് അടച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. നമുക്കറിയാം സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും PNR/100 ആണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? PNR/100 ആണ്. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് 60 രൂപ, അടയ്ക്കേണ്ടിയിരുന്ന എത്ര രൂപ? 300 രൂപ. ദെൻ 2 മാസമാണ് 2 മാസമായിട്ട് അടച്ചത്. സോ ബൈ 12 കൊടുക്കുക, ഇയറിലോട്ട് കൺവേർട്ട് ചെയ്യാം. ദെൻ R/100 ആൻസർ ആയി, ഓൾമോസ്റ്റ് ആയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യുക? കട്ട് ചെയ്യാവുന്നതെല്ലാം കട്ട് ചെയ്തോളാം. ഇതെത്ര വരും? 5 വരും. എത്ര വരും? 5 വരും. ദെൻ 6 എന്ന് പറയുമ്പോഴത്തേക്കും 1200/10 എന്ന് പറഞ്ഞാൽ 120%, 120% ആയിരിക്കും ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്.